Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Dom Bosco College, Kottayam. In this lecture, we will be discussing about the nature and scope of financial management. There are many theories around financial management. We can explain the nature of financial management on the basis of some expert opinions. Some experts believe that financial management is all about providing funds needed by a business on terms that are most favorable, keeping its objectives in mind. Therefore, this approach concerns primarily with the procurement of funds, which may include instruments, institutions and other practices to raise funds. അപ്പോൾ നേച്ചർ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ പല ഡിഫറെൻറ്റ് തിയറീസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ പല ആൾക്കാരുടെ ഒപ്പീനിയൻസിൻ്റെ ബേസിൽ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നേച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഒരു ഒപ്പീനിയനിൽ പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഫണ്ട്സ് നീഡഡ് ബൈ എ ബിസിനസ്. ഒരു ബിസിനസ്സിന് ആവശ്യകരമായ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക എന്നത് ഉദ്ദേശിക്കുന്നത് ബിസിനസ്സിന് ആവശ്യമായിരിക്കുന്ന സമയത്ത് ബിസിനസ്സിന് ആവശ്യകരമായ ഫണ്ട് കണ്ടെത്തി പല സോഴ്സിൽ നിന്നും ഇൻസ്ട്രുമെൻറ്റ്സ് ആവാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ് ആവാം, പല ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ഓഫ് റേസിംഗ് ഫണ്ട് ആവാം. അങ്ങനെ പല രീതിയിൽ ബിസിനസ്സിന് ആവശ്യമുള്ള ഫണ്ട് ബിസിനസ്സിന് ആവശ്യമുള്ള സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. Another set of experts believe that finance is all about cash. Since all business transactions involve cash, directly or indirectly, finance is concerned with everything done by the business. മറ്റൊരു സെറ്റ് ഓഫ് എക്സ്പേർട്സ് പറയുന്നത് ഫിനാൻസ് എന്ന് പറയുന്നത് ക്യാഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫിനാൻസ് മീൻസ് ക്യാഷ്. ഒരു ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തേക്ക് നമ്മൾ പറയുമ്പോൾ ക്യാഷ് ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം, ബിസിനസ്സിൽ ക്യാഷ് ട്രാൻസാക്ഷൻസുമായി റിലേറ്റ് ചെയ്തേക്കുന്ന എല്ലാ ആക്ടിവിറ്റീസിനെയുമാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് ഏറ്റവും ആവശ്യകരമായ ഒരു റിസോഴ്സാണ് ഫിനാൻഷ്യൽ റിസോഴ്സ് അല്ലെങ്കിൽ ഫിനാൻസ് എന്ന് പറയുന്നത്. ആ ഫിനാൻസിനെ മാനേജ് ചെയ്യുന്ന ആക്ടിവിറ്റീനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ management എന്ന് പറയാം. The third and more widely accepted point of view is that financial management includes the procurement of funds and their effective utilization. മറ്റൊരു വൈഡ്ലി അക്സെപ്റ്റഡ് പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പ്രൊക്യൂറിംഗ് ഓഫ് ഫണ്ട്സ് മാത്രമല്ല, അതിൻ്റെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഒരു ബിസിനസ്സിന് ആവശ്യകരമായ ഫണ്ട് അതിന് ആവശ്യകരമായ സമയത്ത് റേസ് ചെയ്ത് അതിനെ എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യുന്നത് വരെയുള്ള കംപ്ലീറ്റ് ബിസിനസ് ആക്ടിവിറ്റിയും കൂടെ ചേർന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയാം. ബിസിനസ്സിന് ആവശ്യമുള്ളപ്പോൾ ഫണ്ട് റേസ് ചെയ്യുക, അതിനെ കൃത്യമായ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുക, കൃത്യമായ സമയത്ത് അതിനെ കൃത്യമായ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മാക്സിമം അതിൽ നിന്നും റിട്ടേൺസ് കളക്ട് ചെയ്യുക. അങ്ങനെ ഒരു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ് ഇതെല്ലാം കൂടെ ചേർന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുക. The scope of financial management is explained in the diagram below. Financial management is all about these three decisions: financing decision, investment decision and dividend decision. These are the core financial management decisions taken by a financial manager. Now let us see each of these financial decisions in detail. Investment decision. It is concerned with decisions as to investment of funds of the business in different assets. ഒരു ഫിനാൻഷ്യൽ മാനേജർ ആ ബിസിനസ്സിൻ്റെ ഫണ്ട്സിനെ പലവിധ ഫിനാൻഷ്യൽ അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിനാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുക. ഇറ്റ് റിലേറ്റ്സ് ടു ദ ഡിറ്റർമിനേഷൻ ഓഫ് ലോങ് ടേം ആസ് വെൽ ആസ് ഷോർട്ട് ടേം അസറ്റ്സ് ടു ബി ഹെൽഡ് ഇൻ ദ ഫേം, ഇറ്റ്സ് കോമ്പസിഷൻ ആൻഡ് പ്രോബബിൾ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്. ഫിനാൻഷ്യൽ ഡിസിഷൻ്റെ അകത്ത് ഒരു ബിസിനസ്സിനുള്ള ഫണ്ട്സിനെ എത്രത്തോളം ലോങ് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രത്തോളം ഷോർട്ട് ടേം അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുക.
ആ ഒരു ബിസിനസ്സിൻ്റെ ഫണ്ട്സിനെ ലോങ് ടേം അസറ്റ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഷോർട്ട് ടേം അസറ്റ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന റിസ്ക് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ആ ഒരു തീരുമാനം എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. Investment decision can be classified into long-term investment decision and short-term investment decision. Long-term investment decisions or capital budgeting means committing funds for a long period of time like fixed assets. Investment decision നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുക, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അഥവാ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിസിനസിന്റെ ഫണ്ട്സിനെ ലോങ് ടേമിലേക്ക് മോർ ദാൻ 1 ഇയർ എന്ന ലോങ് ടേം പീരീഡിലേക്ക്, അതായത് ഫിക്സഡ് അസറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. നമ്മൾ എപ്പോഴും ഫിക്സഡ് അസറ്റ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് നാൾ കണ്ടുകൊണ്ടല്ല, ഫ്യൂച്ചറിലുള്ള ബിസിനസ് ആക്ടിവിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് തന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുക. അപ്പോൾ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് അഥവാ long term investment decision എന്ന് പറയാം. Short term investment decision or working capital management means committing funds for a short period of time like current assets. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ രണ്ടാമതായി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. ഷോർട്ട് ടേം എന്ന് ഉദ്ദേശിക്കുന്നത് കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ബിസിനസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ആവശ്യപരമായ രീതിയിൽ കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനാണ് നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയാം. Financing decision. It is concerned with the decision as to the amount of finance to be raised and identifying the various sources available for it. അപ്പോൾ ഒരു ബിസിനസ്സിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എത്ര നടത്തണം, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എത്ര നടത്തണം എന്ന് ഡിസൈഡ് ചെയ്തതിനു ശേഷം അടുത്തതായി എടുക്കുന്ന ഒരു തീരുമാനമാണ് ഫിനാൻസിങ് ഡിസിഷൻ. ഫിനാൻസിങ് ഡിസിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻവെസ്റ്റ്മെന്റ് നടത്താനായി എത്ര ഫിനാൻസ് റിക്വയർഡ് ആണ്, ഈ ഫിനാൻസിനെ എവിടെ നിന്ന് കണ്ടെത്തണം, ഏതൊക്കെ സോഴ്സിൽ നിന്നും കണ്ടെത്തണം എന്നുള്ള ഡിസിഷനാണ് ഫിനാൻസിങ് ഡിസിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. It means pre-estimating financial needs of an organization to ensure the availability of adequate finance. The primary objective of financial planning is to plan and ensure that the funds are available as and when required. അപ്പോൾ രണ്ടാമതായി ഫിനാൻഷ്യൽ ഡിസിഷനാണ് നമ്മൾ ചെയ്യുന്നത് പ്രീ എസ്റ്റിമേറ്റിംഗ് ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് നമ്മൾ നേരത്തെ എടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അനുസരിച്ച് എത്രത്തോളം ഫണ്ട് ആവശ്യകരമായിട്ട് വരും, ഫിക്സഡ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എത്രത്തോളം ഫിനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഉണ്ടെന്ന് എസ്റ്റിമേറ്റ് ചെയ്യുക, അതിനനുസരിച്ചുള്ള സോഴ്സസ് കണ്ടെത്തുക. ആ ഒരു ഫിനാൻഷ്യൽ റിക്വയർമെന്റ് ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫിനാൻഷ്യൽ സോഴ്സസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഏത് സോഴ്സിൽ നിന്നും കണ്ടെത്തണം, ഏത് സോഴ്സിൽ നിന്നും ഫിനാൻസ് കണ്ടെത്തണം എന്നുള്ള ഡിസിഷനെയും കൂടി ചേർത്താണ് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുക. Capital structure decision which involves identifying sources of finance. They also involve decision with respect to choosing external sources like issuing shares, bonds, borrowing from banks, or internal sources like retained earnings for raising funds. Capital structure decision എന്നതും ഫിനാൻസിങ് ഡിസിഷനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ്. എത്രത്തോളം ഫണ്ട്സ് റിക്വയർഡ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതിന് തക്കതായ സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് രീതിയിലാണ് ഈ ഫണ്ട്സിനെ കണ്ടെത്താൻ പോകുന്നത് എന്നുള്ളത് സോഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏത് രീതിയിലാണ് ആ ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്താനുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാവാം, ബോൺഡ്സ് റേസ് ചെയ്തുകൊണ്ടാവാം, ബാങ്ക്സിൽ നിന്ന് ഫണ്ട് ബോറോ ചെയ്തുകൊണ്ടാവാം, അല്ലാതെ മറ്റ് ഇന്റേണൽ സോഴ്സായ റിട്ടേൺ ഏർണിങ്സ് ഉപയോഗിച്ചുകൊണ്ടാവാം. അപ്പോൾ ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ഫണ്ടിനെ റേസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡിസിഷനെയാണ് നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുക. Dividend decision. It is concerned with the decision as to disbursement of divisible profits as dividend to shareholders of the business and retaining a portion of the profit for future growth. അപ്പോൾ ലാസ്റ്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ഡിസിഷനായ ഡിവിഡൻഡ് ഡിസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന ഡിവിസിബിൾ പ്രോഫിറ്റ്, അതായത് എല്ലാവിധ എക്സ്പെൻസും കഴിഞ്ഞ് ബിസിനസ്സിന് ഉണ്ടാകുന്ന പ്രോഫിറ്റിനെ ഏത് രീതിയിലായിരിക്കണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് എത്ര ശതമാനം ഡിവിഡൻഡായി നൽകണം, എത്ര ശതമാനം റീറ്റെയിൻഡ് ഏർണിങ്സ് ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കായി എത്രത്തോളം ശതമാനം പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യണം, ഇത്തരത്തിലുള്ള ഡിസിഷനെയാണ് നമ്മൾ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയാം.
Shareholders always demand a higher dividend while the management would want to retain profits for business needs. Hence, this is a complex managerial decision. ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എന്നുള്ളത് അത്രത്തോളം എളുപ്പമുള്ള ഡിസിഷൻ അല്ല. കാരണം ഒരു ഷെയർ ഹോൾഡർ എപ്പോഴും അവർക്ക് മാക്സിമം ഡിവിഡൻഡ് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം ഡിവിഡൻഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചർ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ ഫ്യൂച്ചർ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ആക്ടിവിറ്റീസിന് വേണ്ടി ഫണ്ട് അവൈലബിൾ അല്ലാതായി വരും. അപ്പോൾ ഒരു ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ഫണ്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡായി നൽകണം, എത്രത്തോളം ഫണ്ട് റിറ്റെയിൻ ചെയ്യണം, ഈ ഒരു തീരുമാനം നല്ല രീതിയിൽ ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നില്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലോങ് റണ്ണിൽ അത് എഫക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് എ കോംപ്ലെക്സ് മാനേജറൽ ഡിസിഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ നേച്ചർ ആൻഡ് സ്കോപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ നേച്ചർ, പല എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയനിൽ എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് നമ്മൾ കണ്ടു. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സ്കോപ്പ്, അതിൻ്റെ കോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് ആയ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ ആൻഡ് ഡിവിഡൻഡ് ഡിസിഷൻ എന്നത് എന്താണെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ബേസിലുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. Thank you for listening. Have a nice day.